വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥിയാണ് ശ്രീലേഖ IPS. ശ്രീലേഖ എവിടെയായിരിക്കും നിൽക്കുക എന്ന ചോദ്യങ്ങൾ തുടക്കം മുതൽ തന്നെ ഉയർന്നിരുന്നു. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് ശ്രീലേഖ IPSനെ BJP എവിടെ സ്ഥാനാർത്ഥിയാക്കും എന്നതായിരുന്നു. കാരണം ഒരു കൗൺസിലറായി സ്ഥാനാർത്ഥിത്വം കിട്ടുമ്പോൾ തന്നെ, തിരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീലേഖ IPS. അതിനുശേഷം കൗൺസിലർ ആയതിനു ശേഷം അവരുടെ പേര് മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ എന്നാൽ മേയർ തീരുമാനം വന്നപ്പോൾ അവർ അവിടെ പിന്തള്ളപ്പെട്ടു, അവരെ അവഗണിച്ചു എന്നതായിരുന്നു പൊതുജന സംസാരം. അവിടം കൊണ്ടൊന്നും തീർന്നില്ല. പിന്നെയും ഒരുപാട് സ്ഥലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന വേദിയിലും അവരെ അവഗണിച്ചുവെന്നും തഴഞ്ഞുവെന്നും മട്ടിലുള്ള പ്രചരണങ്ങൾ ധാരാളമായി തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ BJP ആ സമയത്ത് അതിനൊന്നും തന്നെ മറുപടി കൊടുക്കാതെ കാത്തിരിക്കുകയായിരുന്നു. ഒരു ഊഴം വരുമ്പോൾ തന്നെ മറുപടി പറയാൻ. ആ ഊഴം BJP ഏറ്റവും നന്നായി വിനിയോഗിച്ചിരിക്കുന്നത് വട്ടിയൂർക്കാവിൽ തന്നെയാണ്. വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിന്റെ സ്റ്റാർ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ശ്രീലേഖയെ തന്നെയാണ് BJP നിർത്തിയിരിക്കുന്നത്. അങ്ങനെ നിർത്തിയതിലൂടെ തന്നെ ഇതുവരെ പൊതുജന സംസാരം, പൊതുജന വിമർശനങ്ങൾ, അതിനെല്ലാം തന്നെ ഒരു തിരശീല വീഴുകയാണ് ചെയ്യുന്നത്. അതായത് പൊതുജനം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾക്കുള്ള മറുപടി കൂടിയാണ് ഇവിടെ BJP നൽകിയിരിക്കുന്നത്. എങ്ങും ഞങ്ങൾ ശ്രീലേഖയെ അവഗണിച്ചിട്ടില്ല, മേയർ സ്ഥാനത്ത് അവഗണിച്ചിട്ടില്ല, നരേന്ദ്രമോദി വന്ന വേദിയിലും അവഗണിച്ചിട്ടില്ല, ഒരിടത്തും അവഗണിച്ചിട്ടില്ല. അവർക്ക് വേണ്ട പ്രാധാന്യം എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. എല്ലാ വാക്കുകൾക്കും എല്ലാ ആരോപണങ്ങൾക്കും മറുപടി നൽകേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് BJP വട്ടിയൂർക്കാവിൽ ശ്രീലേഖയെ നിർത്തിയതിലൂടെ തന്നെ ശക്തമായ ഒരു മറുപടി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിനു മുൻപ് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ കൊഴുക്കുന്നതിനെല്ലാം മുൻപേ തന്നെ, അതേപോലെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതിന് മുൻപേ തന്നെ തന്റെ സ്ഥാനാർത്ഥിത്വം ആറ്റുകാൽ പൊങ്കാലയുടെ ആ ഒരു വേളയിൽ തന്നെ അതിലൂടെ തന്നെ അവർ അറിയിക്കുകയും വളരെ ശ്രദ്ധേയമാവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അവിടെ വരുന്ന സ്ത്രീകളെ ചേർത്ത് പിടിക്കുവാനും താൻ അവർക്കൊപ്പം ഉണ്ട് എന്ന് പറയാതെ തന്നെ പറയുകയായിരുന്നു ശ്രീലേഖ അതിലൂടെ ചെയ്തത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് സ്ത്രീകൾ ഏകദേശം 90% വരുന്ന സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ശ്രീലേഖ IPS അവിടെ സ്ഥാനാർത്ഥിയാകണം എന്നതായിരുന്നു. ഇക്കാരണം കൊണ്ട് തന്നെ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്റ്റാർ മണ്ഡലം BJP ശ്രീലേഖയുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ സ്ത്രീ പ്രാതിനിധ്യം കൂടുതലായി തന്നെ അവിടെ ഉറപ്പാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള സ്ത്രീകളുടെ, പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുള്ള സ്ത്രീകളുടെ പിന്തുണയും ശ്രീലേഖയ്ക്ക് ലഭിക്കാനുള്ള സാധ്യതയും സാഹചര്യവും ഇവിടെ ഒരുക്കി നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. വട്ടിയൂർക്കാവിലെ ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ തന്നെയാണ് BJP നിർത്തിയിരിക്കുന്നതും. മാത്രമല്ല, ഇനി ശ്രീലേഖയെ കുറിച്ച് 2 വാക്ക് പറയുകയാണെങ്കിൽ, കോളേജ് അധ്യാപിക, റിസർവ് ബാങ്ക് ഓഫീസർ, IPS ഓഫീസർ എന്നീ നിലകളിലെല്ലാം തന്നെ പ്രവർത്തിച്ച് ഈ പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയാണ് ശ്രീലേഖ IPS. ഒടുവിൽ അവർ രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റം നടത്തുകയും കന്നി തിരഞ്ഞെടുപ്പിൽ തന്നെ വിജയം കരസ്ഥമാക്കിയ കരുത്തുറ്റ വനിതകളിൽ ഒരാളാണ് ശ്രീലേഖ IPS. അവർ അവരുടെ ലക്ഷ്യം വലുതാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി നിയമസഭയിലേക്കുള്ള ഒരു പൊരിഞ്ഞ പോരാട്ടത്തിനായി തന്നെ പാത തെളിക്കുകയാണ് അവർ. അനീതിക്ക് മുന്നിൽ താഴാത്ത ശിരസ്, ആരുടെയും മുന്നിൽ അവിടെ നീട്ടാത്ത കൈകൾ, ഇതാണ് യഥാർത്ഥ കരുത്ത് എന്ന് ഓരോ ചുവടിലൂടെയും ശ്രീലേഖ IPS ഇവിടെ തെളിയിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ എന്തുകൊണ്ടും ശ്രീലേഖയ്ക്ക് കഴിയുമെന്ന് ഏതാനും മാസങ്ങൾ കൊണ്ട് കൗൺസിലർ കസാരയിലിരുന്ന് തെളിയിച്ച വ്യക്തിയാണവർ. മാത്രമല്ല, വട്ടിയൂർക്കാവ് ഒരു മാറ്റത്തിനായി തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെ തന്നെ അവർ അറിയിച്ചിരിക്കുന്നത്. BJPക്ക് ഒട്ടും സാധ്യതയില്ലാത്ത ഒരു മണ്ഡലമായിരുന്നിട്ട് പോലും അവിടെ താമര വിരിയിക്കാൻ ഇത്തവണത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു എന്നതും വാസ്തവം തന്നെയാണ്. ഒപ്പം തന്നെ തിരുവനന്തപുരത്തിന്റെ A ക്ലാസ് മണ്ഡലത്തിൽ ഒന്നായ വട്ടിയൂർക്കാവ് മണ്ഡലം ഇനി BJP സ്വന്തമാക്കുമെന്നതിലും സംശയമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.